ഗുഡ് മോർണിംഗ്. നമ്മുടെ 14ാമത്തെ ചാപ്റ്ററായ ഓസിലേഷൻസിലെ പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 1. Derive an expression for period of oscillation of a loaded spring. ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ പൊതുവേ നമ്മളോട് അത് സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്ന് പ്രൂവ് ചെയ്യുക, അതിൻ്റെ കൂടെ പീരിയഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യുക എന്നാണ് ചോദ്യം വരാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. നോക്കൂ, ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ കേസിൽ ക്ലിയർ, നമ്മൾ ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ള ഡെറിവേഷനിലേക്ക് നേരിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ കേസിൽ അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് F - kx എന്നാണ് വരിക. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. അതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അവിടെ k എന്താണ്? സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ ആണ്. ഇനി ആ നെഗറ്റീവ് എങ്ങനെയാണ് വന്നത്? അവിടെ -kx എന്നല്ലേ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായാലും എങ്ങനെയാണ് വന്നത്? നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതായത് ടുവേർഡ്സ് മെയിൻ പൊസിഷൻ. ഇനി SHMലെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയണം. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ചാപ്റ്റർ. അപ്പോൾ -ω² എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ F ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള രീതിയിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് F -mω²x. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. അതിൽ m മാസാണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, x എന്ന് പറയുന്നത് അഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ആ നെഗറ്റീവ് സൈൻ ക്യാൻസൽ ചെയ്തു, എക്സും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ k mω² എന്ന് കിട്ടും. അതിൽ നിന്ന് ω² k/m. അപ്പോൾ ഒമേഗ എന്തായിരിക്കും? √k/m. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയെ നമുക്ക് ഫ്രീക്വൻസിയിലേക്കോ അല്ലെങ്കിൽ ടൈം പീരീഡിലേക്കോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെയായിരുന്നു? ഒമേഗ = 2πf അല്ലെങ്കിൽ ഒമേഗ = 2π/t എന്നാണ് അല്ലേ. Therefore 2πf = √k/m. അങ്ങനെയാണെങ്കിൽ f = 1/2π√k/m. അപ്പം നിങ്ങളോട് ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ അല്ലേ. ഫ്രീക്വൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരിയഡിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ 1/f എന്ന് എഴുതി കഴിഞ്ഞാൽ t കിട്ടും. അതായത് ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ നേരെ അങ്ങ് തിരിച്ചിടുക. അപ്പോൾ t = 2π√m/k. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് A. At what distance from the mean position its kinetic energy equal to its potential energy? അതായത് മീൻ പൊസിഷനിൽ നിന്ന് ഏത് ഡിസ്റ്റൻസിലായിരിക്കും ഒരു SHMലുള്ള പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാവുന്നത്? അപ്പോൾ നമുക്കിവിടെ ആദ്യം അറിയേണ്ടത് SHMലുള്ളൊരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് അറിയണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിറൈവ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻസ് വേറെ ചോദ്യമായിട്ട് വരും. അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? കൈനറ്റിക് എനർജി = പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജി ഓഫ് SHM എന്ന് പറയുന്നത് ½ mω² × A² - x² ആണ്. ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് SHM എന്ന് പറയുന്നത് ½ mω² x². ഓക്കെ, അപ്പോൾ അവിടെ നോക്കൂ, ½ mω² ക്യാൻസൽ ചെയ്യില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ A² = 2x² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കൂ. അപ്പോൾ a = √2x എന്നല്ലേ വരിക.
നമ്മളോട് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ √2 എന്നാണ് പറയുക. അതായത് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സിമിലർ പ്രോബ്ലംസ് വരുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡെറിവേഷൻസ് വേറെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. മാഷ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പല രീതിയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. A. Prove that the oscillations of a simple pendulum are simple harmonic and hence derive an expression for the time period of a simple pendulum. What is the length of a simple pendulum which takes seconds? Okay. ചോദ്യം ക്ലിയർ ആയോ? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ SHM ആണെന്ന് തെളിയിക്കണം. അതിൻ്റെ കൂടെ അതിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യണം. എഗെയിൻ ദിസ് ഇസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴായിട്ട് പബ്ലിക് എക്സാമിന് ചോദിച്ച വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പഠിക്കണം. അതിൻ്റെ ബി പാർട്ട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടേക്സ് സെക്കൻഡ്സ്. അതായത് ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് തന്നെയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് വരിക. 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ SHM ആണെന്ന് തെളിയിക്കണം. ടൈം പീരീഡ് ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മാഷ് അവിടെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് L ലെങ്ത് ഉള്ള ഒരു പെൻഡുലമാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? അതിൻ്റെ ഏറ്റവും താഴെ വരുന്നതിന് ബോബ് എന്ന് പറയും അല്ലേ? ആ ബോബിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. പെൻഡുലത്തിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു തീറ്റ ആംഗിളിൽ ഇത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിളും വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒരു തീറ്റ ആംഗിളിൽ നമ്മുടെ പെൻഡുലം ഇങ്ങനെ നിൽക്കുക എന്ന് വിചാരിക്കൂ. അതായത് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ അത് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആ മാസ് ഓഫ് ദി ബോബ് നമുക്ക് M തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കില്ലേ? mg എപ്പോഴും വെർട്ടിക്കലി ഡൗൺവാർഡാണ് കേട്ടോ, നേരെ താഴത്തോട്ട് വരയ്ക്കുക. അപ്പോൾ ആ mgയെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് മാറ്റാം, റിസോൾവ് ചെയ്യാം. ഒന്ന് mg കോസ് തീറ്റ, അതായത് ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക അല്ലേ? അതായത് ആ ലെങ്ത് ഓഫ് പെൻഡുലം കാണിച്ചില്ലേ, ആ പെൻഡുലത്തിൻ്റെ ചരട് എങ്ങനെയാണോ അതിന് നേരെ വരുന്നതാണ് mg കോസ് തീറ്റ. അപ്പോൾ ആ ടെൻഷനും mg കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇനി mg സൈൻ തീറ്റ എങ്ങോട്ടാണ്? മെയിൻ പൊസിഷനിലേക്ക് അല്ലേ? ആ mg സൈൻ തീറ്റയാണ് ആക്ച്വലി ആ പെൻഡുലത്തിലെ ബോബിൽ കൊടുക്കുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഡയഗ്രാം വരച്ചു. L എന്താണ്, M എന്താണ്, G എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, ഹിയർ mg സൈൻ തീറ്റ കമ്പണൻറ്റ് ഗീവ്സ് ദ റീസ്റ്റോറിങ് ഫോഴ്സ്. ആ പെൻഡുലത്തിലെ റീസ്റ്റോറിങ് ഫോഴ്സിനെ കാണിക്കുന്നതാണ് mg സൈൻ തീറ്റ. അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് F ഈക്വൽ ടു മൈനസ് mg സൈൻ തീറ്റ. ആ നെഗറ്റീവ് വരുന്നത് അറിയാലോ. റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ മാഷ് നേരത്തെ പറഞ്ഞു തീറ്റ ഈസ് വെരി സ്മോൾ ആൻഡ് ഹെൻസ് സൈൻ തീറ്റ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു തീറ്റ. എപ്പോഴും ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അല്ലേ? അതാണ് സൈൻ 0 എന്ന് പറയുന്നത് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കൂ, സൈൻ തീറ്റയെ നമ്മൾ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ F ഈക്വൽ ടു മൈനസ് mg തീറ്റ എന്ന് കിട്ടും. ഇനി ആ ഡയഗ്രത്തിൽ നിന്ന് നമ്മുടെ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടില്ലേ? അത് നമ്മൾ തൊട്ട് മുകളിലെ ഇക്വേഷനിൽ കൊടുക്കൂ. അപ്പോൾ F ഈക്വൽ ടു മൈനസ് mg ഡിവൈഡഡ് ബൈ എൽ എക്സ് എന്ന് വരും. ഇനി ആ എക്സ് ഒഴികെ M കോൺസ്റ്റൻ്റ് ആണ്, G കോൺസ്റ്റൻ്റ് ആണ്, എല്ലും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടു ദ മീൻ പൊസിഷൻ. അല്ലേ, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ബോബ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദസ് ദി ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് SHM. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ SHM ആണെന്ന് തെളിയിക്കാൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. നമ്മളോട് ടൈം പീരീഡും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഒന്ന് എടുക്കുന്നു. വി ഹാവ് റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈക്വൽ ടു -mg ഡിവൈഡഡ് ബൈ L ഇൻറ്റു എക്സ്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഇക്വേഷനാണ് ഒരു SHMലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω²x ആണ്. അപ്പോൾ F ഈക്വൽ ടു ma എന്നുള്ള രീതിയിൽ F ഈക്വൽ ടു -mω²x എന്നാണ് വരിക. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ m ക്യാൻസൽ ചെയ്ത് പോവും, എക്സും ക്യാൻസൽ ചെയ്ത് പോവും, ആ നെഗറ്റീവ് സൈനും പോവും. അല്ലേ, അപ്പോൾ ω² ഈക്വൽ ടു എന്താ വരിക? g/L എന്നാണ് വരിക. ω ഈസ് ഈക്വൽ ടു √g/L. ഇനി മാഷ് പറഞ്ഞു തരണോ? അല്ലേ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒമേഗേനെ എന്ത് ചെയ്യുക? ഫ്രീക്വൻസിയിലേക്ക് മാറ്റുക. അപ്പോൾ ω ഈസ് ഈക്വൽ ടു 2πf. അപ്പോൾ 2πf ഈക്വൽ ടു √g/L. F ഈക്വൽ ടു 1/2π√g/L. അപ്പോൾ ടൈം പീരീഡ് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, 1/f ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് കിട്ടും. അപ്പോൾ t ഈക്വൽ ടു 2π√L/g. ഇതാണ് ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വരുന്ന വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ്. ഇനി നേരത്തെ പറഞ്ഞു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. മറന്നു പോകരുത് കേട്ടോ. അത് പലപ്പോഴായിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ sin ωt minus cos ωt represent simple harmonic motion. ഇത് ഒരു വല്ലാത്തൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഇങ്ങനെയല്ല പൊതുവെ ചോദിക്കാറ്. ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ sin ωt minus cos ωt represent SHM. വളരെ സിമ്പിളാണ്. ചോദ്യം കാണുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ വരുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d²x/dt² പ്ലസ് ω²x ഈക്വൽ ടു 0 എന്നാണ്. അല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ദിസ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് SHM. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓൾറെഡി ഗിവൺ f(t) ഈക്വൽ ടു sin ωt മൈനസ് cos ωt. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ df(t) ഡിവൈഡഡ് ബൈ dt. ആ f(t)യെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ടേമിനെയും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. sin ωtയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ cos തീറ്റയാണ് വരിക. അപ്പോൾ cos ωt എന്ന് വരും. പക്ഷേ ആ ωt എന്ന് പറയുന്ന ടേമിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നത് ω cos ωt. ക്ലിയർ ആയോ? ഇനി cos ωtയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എന്നാണ് വരിക. അപ്പോൾ ആ മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ω sin ωt. ക്ലിയർ ആയോ? അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ തീറ്റ എന്നാണ് വരിക. അപ്പം അതുകൊണ്ട് പ്ലസ് ω sin ωt. ഇനി ഇതിനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ചെയ്യുന്നു. ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ d²f(t) ഡിവൈഡഡ് ബൈ dt². അപ്പോൾ ω ഒരെണ്ണം കൂടെ കൂടി അല്ലേ, അപ്പോൾ ω² എന്ന് വന്നു. നേരത്തെ പറഞ്ഞു കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ആണ് വരിക, മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് ω² sin ωt. അവിടെയോ അടുത്ത ടേമിലോ സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പ്ലസ് കോസ് തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ω² cos ωt. ക്ലിയർ ആയോ? ഇനി ആ ഇക്വേഷനിൽ ω² നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ? അതായത് മൈനസ് ω² ആണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ മൈനസ് ω² ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തെഴുതണം? sin ωt മൈനസ് cos ωt. ഇനി ഈ sin ωt മൈനസ് cos ωt അല്ലേ നമുക്ക് തന്ന ഫംഗ്ഷൻ. അപ്പോൾ മൈനസ് ω² f(t) എന്ന് കൊടുക്കുന്നു.
ക്ലിയർ? ആ നെഗറ്റീവ് ടേമിനെ ഇപ്പുറത്തോട്ട് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താ വന്നേ? ഡി സ്ക്വയർ എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എഫ് ഓഫ് ടി ഈക്വൽ ടു 0. ഇത് മാഷ് തുടക്കത്തിൽ പറഞ്ഞ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ അതേപോലെയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എം. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി റെപ്രസെൻറ്റ് എസ് എച്ച് എം. ക്ലിയർ ആയോ? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു എസ് എച്ച് എമ്മിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്തു വയ്ക്കുക. ചോദ്യം കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. ചെയ്തു നോക്കിയാൽ വളരെ എളുപ്പമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓഫ് മാസ് എം attached to a spring is shown in figure. The distance between extreme points A and B is 10 cm. ആ ഡയഗ്രത്തിൽ ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു എം മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് K. ഇനി എ ബി എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം പോയിന്റുകളാണ്. അത് തമ്മിലുള്ള ദൂരം 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പം മെയിൻ പോയിന്റിൽ നിന്ന് എയിലേക്കും മെയിൻ പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിനെപ്പറ്റി ഒന്നും നമ്മൾ ബോധേഡ് ആവേണ്ട. ചോദ്യത്തിലേക്ക് വരാം. ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം എ ടു ബി ആസ് ദ പോസിറ്റീവ്. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഓക്കെ. അതായത് മെയിൻ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നത് പോസിറ്റീവും മെയിൻ പോയിന്റിൽ നിന്ന് എയിലേക്കാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കണം. റീഡ്രോ ദ ഗിവൻ ടേബിൾ ആൻഡ് ഗീവ് the signs of velocity, acceleration and force. ഓക്കെ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടുവോ? അത് പോയിന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. അപ്പോൾ ഇതൊരു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടേബിൾ തരുന്നത്. അവിടെ നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. സൈനാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആക്സിലറേഷൻ, വെലോസിറ്റി, ഫോഴ്സ് എന്നിവ പറയുന്ന പോയിന്റുകളിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ പോയിന്റ് എ അറ്റ് ദ എൻഡ് ബി ഓൾറെഡി ഇവിടെ 0 എന്ന് എടുത്തിട്ടുണ്ട്. ആക്സിലറേഷൻ ഫോഴ്സും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയണം. ബി പാർട്ട് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവാർഡ്സ് എ വെലോസിറ്റി പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണം. ആക്സിലറേഷൻ ഫോഴ്സും 0 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സി പാർട്ട് അറ്റ് 2 സെൻറ്റിമീറ്റർ എവേ ഫ്രം ബി ഗോയിങ് ടുവാർഡ്സ് എ. ബിയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നത്. അത് 2 സെൻറ്റിമീറ്റർ എന്നാണ് അല്ലേ? 2 സെൻറ്റിമീറ്റർ അവേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ 3ഉം തന്നിട്ടില്ല. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പറയണം. ഓക്കെ. നമുക്ക് ആൻസറിലേക്ക് വരാം. നോക്കൂ. പോയിന്റ് അറ്റ് ദ എൻഡ് ബി, എ അറ്റ് ദ എൻഡ് ബി ആണ്. ആ എൻഡ് ബി എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് എക്സ്ട്രീം പോയിന്റ് ആണ്. എക്സ്ട്രീം പോയിന്റിൽ എപ്പോഴും വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. ക്ലിയർ? ഇനി ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് അല്ലേ? അപ്പോൾ എക്സ്ട്രീം പോയിന്റിൽ ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആംപ്ലിറ്റ്യൂഡിന് തുല്യമായിരിക്കും. എ എന്ന് പറയുന്ന വാല്യൂവിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എ എന്നല്ലേ കിട്ടുക. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവായിട്ടാണ് വരിക, ഫോഴ്സും നെഗറ്റീവായിട്ടാണ് വരിക. ക്ലിയർ ആയോ? ആ ഒരു പോയിന്റിൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്, ഫോഴ്സും നെഗറ്റീവാണ്. ക്ലിയർ? ഇനി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഗോയിങ് ടുവാർഡ്സ് എ. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇക്വേഷൻസ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? വെലോസിറ്റിയുടെ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പം അതിൽ പിന്നെ എ ഈക്വൽ ടു ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അപ്പോഴും മൈനസ് എന്നാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നെഗറ്റീവാണ് വെലോസിറ്റി വരിക. ഇനി ആക്സിലറേഷനും ഫോഴ്സും 0 ആയിരിക്കും. കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട്. എക്സ് എന്ന് പറയുന്ന വാല്യൂ 0 ആയില്ലേ? അപ്പോൾ എക്സ് 0 ആയി കഴിഞ്ഞാൽ എന്താ വരിക? 0 എന്നാണ് വരിക. അപ്പോൾ ബാക്കി രണ്ടും 0 ഓൾറെഡി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സി പാർട്ട് അറ്റ് 2 സെൻറ്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവാർഡ്സ് എ. ബിയിൽ നിന്ന് എയിലേക്കാണ്. അതായത് 2 സെൻറ്റിമീറ്ററിനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി മെയിൻ പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പാണ്. മനസ്സിലാവുണ്ടോ?
അപ്പോൾ ബിയിൽ നിന്ന് തുടങ്ങി മെയിൻ പൊസിഷനിൽ എത്തുന്നതിന് മുമ്പാണ് ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 ക്വാണ്ടിറ്റികളും എഗെയിൻ നെഗറ്റീവ് തന്നെയാണ് വരിക. ക്ലിയർ? അവിടെ വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവാണ് വരിക. പിന്നെ ആക്സലറേഷനും നെഗറ്റീവാണ് വരിക, ഫോഴ്സും നെഗറ്റീവാണ് വരിക. അപ്പോൾ 3ഉം നെഗറ്റീവ്. ആക്ച്വലി നെഗറ്റീവ് എന്ന് മാത്രമേ ഇതിൽ എഴുതാനുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. അത് നിങ്ങൾക്ക് വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. Which one of the following relationships between the acceleration A and the displacement x of a particle involve simple harmonic motion? SHM-ൽ വരുന്ന ഏത് റിലേഷനാണ്, താഴെ കൊടുക്കുന്നതിൽ ഏതാണ് SHM-ലെ ആക്സലറേഷനെ കാണിക്കുന്ന റിലേഷൻ? അപ്പോൾ നമ്മൾ അറിയേണ്ടത് SHM-ലെ ആക്സലറേഷൻ എങ്ങനെയായിരുന്നു? ആക്സലറേഷൻ A is equal to മൈനസ് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? ഓർമ്മയില്ലേ? ഇവിടെ തന്നിട്ടുള്ള ചോയ്സ് നോക്കൂ. A equal to 5x, A equal to minus 200x², A equal to minus 5x, A equal to 100x³. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് 2 ഓപ്ഷൻസ് ഒഴിവാക്കാം. നമ്മുടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ വരുന്നത് -ω²x എന്നാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഇല്ലാത്ത 2 കളഞ്ഞു. ഇനി ഓൾറെഡി പറഞ്ഞു -ω²x എന്നാണ്. ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്, സ്ക്വയർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സി പാർട്ടാണ് റൈറ്റ് ആൻസർ. A equal to -5x എന്നാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവരുത്. കൃത്യമായിട്ട് ആക്സലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The simplest example of a simple harmonic motion is the oscillation of a simple pendulum. A. Derive an expression for the period of oscillation of a simple pendulum. B. In a simple pendulum made of a metallic wire, what will happen to the period when the temperature increases? Give a reason. ഓക്കെ, അതിൽ എ പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഡെറിവേഷൻ ഒന്നും കൂടെ ചെയ്ത് പഠിക്കുക. ബി പാർട്ട് നോക്കൂ, എന്താ വരിക? ഇൻ എ സിമ്പിൾ പെൻഡുലം മെയ്ഡ് ഓഫ് എ മെറ്റാലിക് വയർ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ പീരിയഡ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഗീവ് റീസൺ. ഒരു മെറ്റാലിക് വയറാണ് നമ്മൾ ആ പെൻഡുലം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയാൽ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവിക്കുക? മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയാൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം കൂടും. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക അല്ലേ? T equal to 2π√L/g അല്ലേ? അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡും കൂടും. അതായത് ഒന്നും കൂടി അതിങ്ങനെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുക. ടൈം പീരീഡ് കൂടുതലാണ്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശരിക്കും ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം? നേരത്തെ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചത്. ലെങ്ത് എത്രയായിരുന്നു? 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ. ടൈം പീരീഡ് എന്താണ്? 2 സെക്കൻഡ്. ക്ലിയർ? T equal to 2 സെക്കൻഡ്. മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദി ആക്സലറേഷൻ A and the displacement of a particle involves SHM? നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. ഇവിടെ ഡിജിറ്റ് ഒക്കെ ഒന്ന് മാറിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓൾറെഡി അറിയാലോ, -10x ആണ് വരിക അല്ലേ? ബി പാർട്ട്. A simple harmonic motion is represented as x equal to a cos ωt. Obtain the expression for velocity and acceleration of the object and hence prove that acceleration is directly proportional to the displacement. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡെറിവേഷൻ വരുന്നത്. എ പാർട്ടിൻ്റെ ആൻസർ മാഷ് നേരത്തെ പറഞ്ഞു, മൂന്നാമത്തെ ഓപ്ഷനാണ്. A equal to -10x എന്നാണ് വരിക.
ക്ലിയർ? ആക്സിലറേഷൻ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഫോമാറ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി ബി പാർട്ട് നോക്കൂ. നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. വി ഹാവ് ഗിവൺ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ആ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആ എക്സിന് പകരം എ കോസ് ഒമേഗ ടി എന്ന് കൊടുക്കുന്നു. അപ്പോൾ വി ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, എങ്ങനെയുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ തീറ്റയാണ്. പിന്നെ ഒമേഗ ടി വരുന്നത് കൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ എന്നുള്ളൊരു കോഎഫിഷ്യന്റ് വരും. അപ്പം മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ലേ? അപ്പം അതിൽ നിന്ന് സൈൻ സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ സൈൻ ഒമേഗ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോസ് സ്ക്വയർ ഒമേഗ ടിക്ക് പകരം എ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, നമ്മുടെ ഇക്വേഷനിൽ ആദ്യം എഴുതിയ ഇക്വേഷൻ അതിൽ നോക്കിയേ, കോസ് ഒമേഗ ടി ഈക്വൽ ടു എക്സ് ബൈ എ എന്ന് കിട്ടില്ലേ? അപ്പോൾ കോസ് സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണിത്. വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതായത് നിങ്ങൾ വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിലെ ഇക്വേഷൻ എഴുതി നിർത്തിയാലും മതി. ബട്ട് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് എസ് എച്ച് എം. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ എ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി അല്ലേ? നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് കൊടുക്കുന്നത് അല്ലേ? അതിൽ ടൈം ഫാക്ടർ വരുന്ന ഇക്വേഷൻ വേണം കൊടുക്കാൻ. അപ്പോൾ എ ഈക്വൽ ടു തൊട്ട് മുകളിലുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് കോസ് തീറ്റ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ആ മൈനസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം മൈനസ് ഒരു ഒമേഗയും കൂടെ കൂടും, ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി. അതിൽ ആ എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എക്സ് ആണ് അല്ലേ? അപ്പോൾ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. അപ്പം ഇത് നിങ്ങൾക്ക് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിലും തരാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക. രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. രണ്ടും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അതാണ് ഫ്യൂരിയർ തിയറം പറയുന്നത്. അതിലേക്കൊക്കെ പിന്നീട് വരാം. അപ്പോൾ നോക്കൂ, ഫ്രം ദ എബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. ക്ലിയർ? നെഗറ്റീവ് വരുന്നത് കൊണ്ട് ഡയറക്റ്റ്ലി ടുവാർഡ്സ് മീൻ പൊസിഷൻ. ദെൻ ആ ഇക്വേഷൻ പ്രകാരം പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത്. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, കാരണം കൂടുതൽ ടൈം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണുക, ചോദ്യവും ഉത്തരമൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.